കഥ പറയുമ്പോൾ സിനിമയുടെ ക്ലൈമാക്സിലെ ഒരു ഹിറ്റ് ഡയലോഗില്ലേ, മമ്മൂക്ക ശ്രീനിവാസ സാറിനെ കാണാൻ വരുന്ന സമയത്ത് പറയുന്ന ഈ എന്നോടോ ബാല, ഈ അടുത്ത് ട്രോൾസിൽ കൂടെയൊക്കെ ഒരുപാട് ഹിറ്റാകും, വേണമെങ്കിൽ ഇപ്പോഴും ട്രെൻഡിങ്ങിലുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ഈ എന്നോടോ ബാല എന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡയലോഗ് പോലും ആ സിനിമക്കകത്തില്ല. ശരിക്കും ആ സിനിമയിൽ എൻ്റെ മുമ്പിലോ ബാല എന്നാണ് മമ്മൂക്ക ക്ലൈമാക്സിൽ പറയുന്നത്, അല്ലാതെ എന്നോടോ ബാല എന്നല്ല. ഒരുപക്ഷെ അതെൻ്റെ അപകർഷതാബോധമായിരിക്കാം. എൻ്റെ മുമ്പിലോ ബാല. പക്ഷെ മമ്മൂക്ക പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ ഡയലോഗിൻ്റെ ഓരോ മോഡുലേഷൻ വരെ നമുക്കിതാ ഇവിടെ ഉണ്ട്. ശരിയല്ലേ? അതെന്തായിരിക്കും അങ്ങനെ? ഇതിന് പിന്നിൽ ആക്ച്വലി ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കാണ് ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നാസി കാലത്തെ ഇറ്റലി, ഫാസിസ്റ്റ് കാലത്തെ ജർമ്മനി, സൗത്ത് കൊറിയ, റഷ്യ, ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയും. നാസി ഭരണകൂടത്തിൻ്റെ പ്രൊപ്പഗണ്ട മന്ത്രിയായിരുന്ന ജോസഫ് ഗീബിളിൻ്റെ ഒരു പ്രധാന തന്ത്രമായിരുന്നു ഇത്. അതായത് പല ആവർത്തി ഒരു കാര്യം കേട്ടാൽ അത് ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണ നമുക്കുണ്ടാകും എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ വാണ്ടർബിൾട്ട് യൂണിവേഴ്സിറ്റിയിലെ ലിസ ഫാസിയോയും ടീമും ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് നടത്തി. പസഫിക് ഓഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തടാകമെന്നിരിക്കെ അറ്റ്ലാന്റിക് ഓഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തടാകമെന്ന് പല ആവർത്തി നിരന്തരമായി പല ഇൻ്റർവൽസ് ജനങ്ങളിലേക്ക് അവർ ഇൻജക്റ്റ് ചെയ്തു. നിരന്തരമായി കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനുഷ്യ തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ നടത്തിയ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തുടർച്ചയായി വന്നൊരു സർവേയിൽ പസഫിക് ഓഷനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകമെന്ന് ഭൂരിഭാഗം ജനങ്ങളും അഭിപ്രായപ്പെട്ടു. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്നറിയാമോ? യെസ്, 1939 മുസോളിനി നേതൃത്വം നൽകിയ ഫാസിസ്റ്റ് ഭരണകൂടമാണ് വെനീസിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയത്. ഇതേ ഗീബിൾസ് തന്ത്രമാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും മതങ്ങളുടെയും മാർക്കറ്റിങ്ങിനായി ഇന്ന് വർത്തമാനകാല ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്നത്. ദ വൺ ആൻഡ് ഓൺലി കേരള സ്റ്റോറി, കേരള സ്റ്റോറീസ്, ദ കേരള സ്റ്റോറി. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. അതുമാത്രമല്ല, ബംഗാൾ ഫയൽസ്, കാശ്മീർ ഫയൽസ്, സാമ്രാട്ട് പൃഥ്വിരാജ്, കേസരി, വീർ സവർക്കർ, സബർമതി റിപ്പോർട്ട് തുടങ്ങിയവ 2014 ശേഷമുള്ള ബോളിവുഡിൽ നിന്ന് മാത്രമുള്ള ഉദാഹരണങ്ങളാണ്. ഇതിൽ കാശ്മീർ ഫയൽസ്, ദ കേരള സ്റ്റോറി, വീർ സവർക്കർ എന്നിവ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഇറക്കിയ പരസ്യ സിനിമകളാണ്. ഒരേ സമയം ഒന്നിലധികം ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ സിനിമ സംവദിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു മനുഷ്യനെ അടിമുടി മാറ്റിക്കളയാനും വെറുപ്പ് പടർത്താനും സിനിമയ്ക്ക് കഴിയും. പിന്നെ നമ്മൾ മലയാളികൾ ദ കേരള സ്റ്റോറി പോലെ ഒരു പടം കയ്യിലോട്ട് കിട്ടിയാൽ എടുത്തിട്ട് അലക്കാറുണ്ടെങ്കിലും റോസ്റ്റ് ചെയ്യാറുണ്ട്, ട്രോൾ ചെയ്യാറുണ്ടെങ്കിലും മുമ്പേ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ആധുനിക ഇന്ത്യയിൽ നടക്കുന്ന ഈ വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബ്രിട്ടീഷ് നോവലിസ്റ്റും സാമൂഹിക നിരീക്ഷകനുമായ ജോർജ് ഓവലിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഒരു ജനതയെ തന്നെ ചരിത്രബോധം നിഷേധിച്ച് നശിപ്പിക്കാൻ കെൽപ്പുള്ളവയാണ്.